പ്രവേശന പരീക്ഷ എഴുതി 5 വർഷം പഠിച്ച് ഹോമിയോ ഡോക്ടർമാരായ നിരവധി പേരുണ്ട്. ഇവർക്കിടയിലാണ് വെറും 3 മാസം കൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ച് വിലസുന്നവർ ഏറെയുള്ളത്. 1987-ൽ 21 വയസ്സും 5 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് പാരമ്പര്യ ചികിത്സകരായി തുടരാമെന്നാണ് സംസ്ഥാന സർക്കാർ അടുത്തിടെ കൊണ്ടുവന്ന ഉത്തരവ്. പ്രതിഷേധങ്ങൾക്കിടെ ഇത് മരവിപ്പിച്ചു. പക്ഷേ ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. നമ്മൾ 5.5 വർഷം 6 വർഷത്തോളം നമ്മൾ കഠിനമായിട്ട് പ്രയത്നിച്ച് പഠിച്ച് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇവർ വെറും 2-3 മാസം കൊണ്ട് ഷോർട്ട് കട്ടുകൾ പഠിച്ച് ഇറങ്ങി ഇവർ സമൂഹത്തിൽ വരുത്തുന്ന ഓരോ തെറ്റുകൾക്കും അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ പിഴവുകൾക്കും സമാധാനം പറയുന്നത് ഹോമിയോപ്പതിയാണ്. ഒരു ഏകീകൃത മെഡിക്കൽ ബിൽ കേരളത്തിൽ ഇല്ലാത്തതാണ് ഇത്തരം സ്ഥാപനങ്ങൾ പെരുകാൻ കാരണം. പലപ്പോഴായി ഇതേ ആവശ്യമുയർന്നെങ്കിലും ഒന്നും എങ്ങും എത്തിയില്ല. 1973 സെൻട്രൽ കൗൺസിൽ ഫോർ ഹോമിയോപ്പതി ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് നിലവിൽ വന്നത്. ആ ആക്ടിനനുസരിച്ചിട്ട് നമ്മുടെ കേരളത്തില് ഒരു ഏകീകൃത മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹോമിയോ മിഷൻ പോലുള്ള നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. തപാൽ പഠനത്തിന്റെ മറവിലാണ് ഇവർ വ്യാജ ഡോക്ടർമാരെ സൃഷ്ടിക്കുന്നത്. ഇങ്ങനെ ചികിത്സിക്കുന്നവരെ കൊടുക്കാൻ നിയമങ്ങളുണ്ട്. പക്ഷേ ഒരന്വേഷണവും എങ്ങും എത്തിയില്ലെന്ന് പറഞ്ഞു. മനോരമ ന്യൂസ് റിപ്പോർട്ട് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ വിദ്യാർത്ഥി സംഘടനകളും ഹോമിയോ വിദ്യാർത്ഥികളും രംഗത്തെത്തി. ഹോമിയോ ചികിത്സാ രംഗത്ത് വ്യാജന്മാരെ സൃഷ്ടിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ചോറ്റാനിക്കരയിലുള്ള പടിയാർ മെമ്മോറിയൽ ഹോമിയോ കോളേജിലെ വിദ്യാർത്ഥികൾ കോളേജിൽ നിന്ന് പ്രതിഷേധ പ്രകടനം നടത്തി. പഠനം മുടക്കി കരിദിനം ആചരിച്ചു. ഹോമിയോപ്പതിക് എംപവർമെന്റ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ഇത്. ഹോമിയോപ്പതിയിലെ വ്യാജന്മാരെ സൃഷ്ടിക്കുന്ന ഒരു പറ്റം വ്യാജ കോളേജുകൾ തന്നെ നമുക്ക് പറയാം ഈ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് അവർ കണ്ടുപിടിച്ചു. അത് നമ്മൾ ഹോമിയോപ്പതി മേഖലയിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ആ ഒരു ഉന്മേഷം നമ്മളെല്ലാവരും ഹോമിയോപ്പതിക്കാരെല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ നമ്മുടെ ഈ പടിയാർ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ അധ്യാപകരെല്ലാം തയ്യാറായതിൽ ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നു. അവധിക്കാലം ചെലവാക്കാൻ 5ാം ക്ലാസും ഗുസ്തിയുമായി നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, കോട്ടയം കുറിച്ചിയിലെ ഹോമിയോ കോളേജിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന സ്ഥാപനത്തിലേക്ക് വിദ്യാർത്ഥികൾ പ്രതിഷേധ മാർച്ചും നടത്തി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സെൻട്രൽ കൗൺസിൽ ഫോർ ഹോമിയോപ്പതി നിയമം സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചതാണ് വ്യാജ ഹോമിയോ പഠന കേന്ദ്രങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് NSU പ്രസിഡന്റ് ഹൈബി ഈഡൻ ഡൽഹിയിൽ പറഞ്ഞു. ഏതാനും ചില വ്യക്തികളെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്ന ശ്രമമാണ്, അവരെ പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമമാണ് ശ്രീമതി ടീച്ചറിന്റെ ഈ 1987 പറഞ്ഞിട്ടുള്ള നിയമം. തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ ആരോഗ്യ രംഗത്ത്, ഹോമിയോ രംഗത്ത് പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് ഏറെ ദോഷകരമായി ബാധിക്കുന്ന, അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു നിയമമാണ്. മനോരമ ന്യൂസ് റിപ്പോർട്ട് പുറത്തുവന്ന് 3 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസും രംഗത്തെത്തി. ചങ്ങനാശ്ശേരി പോലീസ് എത്തി ഹോമിയോ മിഷന്റെ കുറിച്ചിയിലെ ഓഫീസ് റെയ്ഡ് ചെയ്തു. കോട്ടയം എസ്പിയുടെ നിർദ്ദേശപ്രകാരം ചങ്ങനാശ്ശേരി പോലീസാണ് പരിശോധനയ്ക്കെത്തിയത്. പഠിതാക്കൾക്ക് വിതരണം ചെയ്യുന്നതിനായി സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങൾ ഇവിടെ നിന്ന് കണ്ടെടുത്തു. ചില രേഖകളും പോലീസ് കൊണ്ടുപോയി. എന്തായാലും ഹോമിയോ മിഷൻ ഉൾപ്പെടെയുള്ള വ്യാജ സ്ഥാപനങ്ങൾക്കെതിരെ ഉടൻ നടപടിയുണ്ടാകുമെന്ന് ഉറപ്പായി. ഇത്തരം കോഴ്സുകൾക്കെതിരെ സെൻട്രൽ കൗൺസിൽ നടപടിയെടുക്കുമെന്ന് കൗൺസിൽ അംഗം ഡോക്ടർ S. വിദ്യാപ്രകാശ് കോഴിക്കോട്ട് മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഇത്തരം കോഴ്സുകൾ നിയമവിരുദ്ധമാണ്. ക്രിമിനൽ കുറ്റം ചെയ്യുന്ന ഇത്തരം സ്ഥാപനങ്ങൾ പൂട്ടാൻ മെഡിക്കൽ രജിസ്ട്രാർ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു കോഴ്സ് തുടങ്ങണമെങ്കിൽ ആദ്യം തന്നെ അത് യൂണിവേഴ്സിറ്റിയായിട്ട് രജിസ്റ്റർ ചെയ്തതിനു ശേഷം സെൻട്രൽ കൗൺസിലിന്റെ ഇൻസ്പെക്ഷൻ ടീം വന്ന് അവരത് റെക്കമെൻഡ് ചെയ്തിട്ട് ആയുഷിന്റെ ടീം എന്ന് നോക്കി അവരത് റെക്കമെൻഡ് ചെയ്തിട്ട് ഒരു 3 ലക്ഷം രൂപ ഫീസ് അടയ്ക്കണതിന് ഇൻസ്പെക്ഷൻ ഫീ. അതിനു ശേഷമാണ് കോഴ്സ് തുടങ്ങാൻ. അത് ആ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് 50 ബെഡുള്ള ആശുപത്രി ഫുള്ളി ഫങ്ഷണൽ ആയിരിക്കണം. അത് 6 മാസം നടത്തി എന്നതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ കോളേജ് നടത്താൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകുള്ളൂ. അതാണ് ഇന്നത്തെ നിയമം. ഹോമിയോ വൈദ്യശാസ്ത്ര രംഗത്ത് വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇത്തരം വ്യാജ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നത്. പക്ഷേ ഇത്തരത്തിൽ പഠിച്ചിറങ്ങി ചികിത്സിക്കുന്നവർ 10,000 വരും, പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ. ഇക്കൂട്ടർക്കെതിരെ നടപടിയെടുക്കാൻ ചില നിയമ തടസ്സങ്ങളുമുണ്ട്.
ഇതുതന്നെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവർ പഴുതായി കണ്ടത്. ഏതു വിഷയവും ആർക്കും തപാലിലൂടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ അത് പ്രയോഗത്തിൽ വരുത്തുമ്പോഴാണ് നിയമ തടസ്സമുള്ളത്. പ്രത്യേകിച്ചും ഹോമിയോ പോലെ വിശ്വാസ്യത നേടിയ ഒരു വൈദ്യശാസ്ത്ര ശാഖ. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അതിന്റെ വിശ്വാസ്യതയ്ക്കാണ് കോട്ടം തട്ടുന്നത്. ക്യാമറാമാൻ KP വിനോദിനൊപ്പം ജോഷി കുര്യൻ, മനോരമ ന്യൂസ്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.